ഈ ഇലക്ഷൻ സമയമാണ്. അപ്പം ഓരോരുത്തരും രാഷ്ട്രീയത്തിലൊക്കെ എനിക്ക് ഉന്നതിയിലെത്തണം, എനിക്ക് മുഖ്യമന്ത്രിയായ കൊള്ളാമെന്നുള്ള പലരും ചിന്തിക്കുന്നുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് ഇല്യൂഷൻ കിട്ടും. കാരണം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം എത്ര രാക്ഷസനായാലും എത്ര നീചനായാലും അവനും ഒരു ദിവസം മാറ്റപ്പെടാം. നമ്മളെ തന്നെ അറിയാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. നല്ല ക്ഷേത്രങ്ങളിലും ഇത് ഓൾറെഡി ഇതുണ്ട്. ഈ എനർജി ഉപയോഗപ്പെടുത്തി പല ആളുകളും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഹിന്ദു മതത്തിലെ ആ ദൈവത്തെ എടുത്ത് ആരാധിച്ചിട്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളും മുസ്ലിംസ് ആയിട്ടുള്ള തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഉപയോഗപ്പെടുത്തി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ദേവി ദേവതകളെയോ നിങ്ങൾക്ക് ആരാണോ നിങ്ങൾക്ക് ഈ ഗാർഡിയനായിട്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ ഏഞ്ചൽസിനെ ഈ സോളിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ തന്നെ പറയും. ചിലപ്പോൾ പറയും എനിക്ക് വേണ്ടി നീ എനിക്ക് പ്രാർത്ഥന നടത്തൂ എന്ന് പറയുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ചേട്ടാ നമസ്കാരം. നമസ്തേ. കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ഗംഭീരമായി പരബ്രഹ്മ ചൈതന്യം എന്താണ്, എങ്ങനെയാണ് ഒരാളിൽ വർക്ക് ചെയ്യുന്നത്, അതിനെത്രത്തോളം അതിനെ സ്വീകരിക്കാനായി നമ്മൾ തയ്യാറാവണം, അതൊക്കെ വളരെ ഗംഭീരമായി. ശരിക്കും ഇതൊക്കെ പ്രേക്ഷകർക്ക് ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പുതിയൊരു അറിവാണ്. ആ അറിവ് നമ്മളിലൂടെ വന്നതിൽ നമുക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഞാനത് ഇതേ പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ആർക്കൊക്കെ പഠിക്കാം, ഇതാരൊക്കെ പഠിക്കുമ്പോഴാണ്? ഇപ്പം അങ്ങ് പറഞ്ഞു മനസ്സിൽ നിഷ്കളങ്കമായ ആളുകൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും നമ്മളിപ്പം ഈ വിഷയങ്ങൾ നമുക്ക് ബാധിക്കുമല്ലോ. നമ്മൾ ഈ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ് പൊട്ടിയവരുണ്ട്, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നമുണ്ട്, അല്ലാത്ത റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളും ഉണ്ട്, നടക്കുന്ന സമയമാണ്. ഇതാരൊക്കെ പഠിക്കാം, ഇതാർക്കൊക്കെ പഠിക്കാൻ പറ്റും? ഇത് പഠിക്കാൻ ശരിക്കും നമ്മൾ അങ്ങനെ ഒരു നിബന്ധന അല്ല വയ്ക്കുന്നത്. നമ്മൾക്ക് ആഗ്രഹമുള്ളവന്, ഞാൻ നേരത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നീതിബോധം ഉണ്ടാവണം, സത്യം ധർമ്മം എന്ന് പറയുന്ന സംഗതി, സഹനശേഷി ഉണ്ടാവണം, എളിമ തെളിമ തനിമ, ഈ ഒരു 3 കാര്യങ്ങൾ ഉണ്ടാവണം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള യാതൊരു വക പ്രവൃത്തികളും ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ ഇത് കാരണം ഇത് മോശമായ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോഴും അതൊരു നെഗറ്റീവ് വേർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് ഉപയോഗിക്കാതെ നമുക്ക് പറയാൻ സാധിക്കും പോസിറ്റീവ് വേർഡ്സ് മാത്രം. പക്ഷേ എങ്കിലും കാരണം ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് അവർക്ക്, ആ കർമ്മ അതിലൂടെ വരുന്ന അവർ നേടിയെടുക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അതിലൂടെ നേടിയെടുക്കുന്ന ആ കർമ്മ അവർക്ക് 7 തലമുറയ്ക്കപ്പുറം അത് ബാധിക്കും നെഗറ്റീവായിട്ട്. കാരണം ഞാനിത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവർ അങ്ങനെ പഠിക്കാൻ വരുമ്പോൾ അതും കൂടെ ഉൾക്കൊണ്ട് അതിന് സന്നദ്ധനായിട്ടുള്ള ആളുകൾ മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലാത്തവർ വന്നിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും എനിക്കിപ്പോൾ കുറച്ച് കാശുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെ, തീർച്ചയായിട്ടും. ഒരു ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരൻ്റെ മനസ്സോടുകൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ കോടികൾ എനിക്ക് എങ്ങനെ കയ്യിലാക്കാം. അല്ല, ഇതെന്താണെന്നറിയാമോ, നമ്മളൊരു ഭരണകർത്താവിൻ്റെ സ്വാധീനം വെച്ചിട്ട് നമ്മൾ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന പോലെയാ. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾക്ക് നിയോഗിക്കപ്പെട്ട, നമ്മൾക്ക് അനുവദിക്കപ്പെട്ട, നമ്മൾക്ക് സഹായം ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നല്ലതിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചില ആളുകൾ അവരുടെ ക്ഷേത്രത്തിൽ അവർക്ക് ചില സിദ്ധികൾ കിട്ടി, അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു ദേവിയുടെ ഒരു ദേവി പ്രസാദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ക്ഷേത്രങ്ങൾ പണിയുകയും അത് വെച്ചിട്ട് കർമ്മങ്ങൾ നടത്തുകയും അത് വെച്ചിട്ട് പല കാര്യങ്ങൾ കണ്ടെത്തി അങ്ങനെ ജീവിതം നടത്തുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അതിനകത്ത് സത്യമായിട്ടുള്ളവരുണ്ടാവും, അസത്യമായിട്ടുള്ളവരുണ്ട്, എല്ലാത്തിലും ഉണ്ടത്. അപ്പോൾ അതുപോലെ ഇത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ പഠിക്കാൻ ആർക്കും സാധിക്കും. പക്ഷെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പഠിക്കുകയല്ല സത്യത്തിൽ. ഇത് നമ്മൾക്ക് ഓരോ ഞാൻ പറഞ്ഞു കോടാനുകോടി ജനങ്ങളുടെ ഇത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ പെണ്ണുപിടിയനും ഉണ്ടാവും, ചീട്ടുകളിക്കാരനും മദ്യപാനികൾക്കും ഒക്കെ ഇതുണ്ട്. പക്ഷെ അവരറിയുന്നില്ല അവരെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവരുടെ കാര്യങ്ങൾ തൊഴിൽ ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ വെള്ളം അടിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുറന്നറപ്പ് ചെയ്യുന്നു, അവരങ്ങ് പോകുന്നു. കാരണം ഒരു നല്ലൊരു ലൈഫിനെ അവർ ഉദ്ദേശിച്ച് പോകുന്നവരല്ല. അവർക്ക് എങ്ങനെയോ ജനിച്ചു, അവർ ജീവിച്ച് തീർക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ആളുകളാണ്.
അതല്ല, എനിക്കുന്ന ഒരു മാറ്റം വേണം, ലക്ഷ്യം വേണം. ഇപ്പൊ ഈ പറയുന്ന ദുർനടപ്പ് നടക്കുന്ന ആളാണെങ്കിൽ പോലും അവർ പറയുകയാണ്, ഇത്രയും കാലം എനിക്ക് 19 വയസ്സായി, അല്ലെങ്കിൽ 40 വയസ്സായി, 60 വയസ്സുമായി, ഇത്രയും കാലമായിട്ട് ഞാൻ പെണ്ണ് കെട്ടാതെ കുടുംബം നോക്കാതെയൊക്കെ നടന്നു, ഇനി എനിക്കൊരു മാറ്റം വരണം. അത് അദ്ദേഹത്തിന് ഒരു ഉൾവിളിയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയ പ്രചോദനം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്വയം തോന്നിയ ഒരു പ്രചോദനം കൊണ്ടാവാം അദ്ദേഹം ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊന്ന് മാറണം, അപ്പം ഞാൻ വളരെ നല്ല രീതിയിൽ നിന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നൊക്കെ കരുതുന്ന വ്യക്തികളുണ്ടാവും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാ ആളുകളെയും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല, മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ ആളുകളുടെ സമയങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള, പിന്നെ മുജ്ജന്മ കർമ്മഫലം, ഇതെല്ലാം ഇതുമായിട്ട് ബേസാണ്. ഇപ്പോൾ എക്സാമൊക്കെ +1 +2 ഒക്കെ എക്സാമൊക്കെ കഴിഞ്ഞ കുട്ടികളാണ്. അവരോട് ഇനി +2 കഴിഞ്ഞവരോട് പറയുന്നത് അവരുടെ അധ്യാപകർ ഇനി എന്താണ്, അല്ലേ, പരസ്പര സുഹൃത്തുക്കൾ പറയും, ചർച്ച ചെയ്യും, എന്താവാനാ നിന്റെ ആഗ്രഹം, എന്താണ് നിന്റെ അടുത്ത പ്ലാൻ എന്നത് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പ്ലാനിങ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ നമുക്കൊരു സമയമാറ്റം വേണം, ഒരു മാറ്റം അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ആവണം. ഈ ഇലക്ഷൻ സമയമാണ്. ഓരോരുത്തരും രാഷ്ട്രീയത്തിലൊക്കെ എനിക്ക് ഉന്നതിയിലെത്തണം, എനിക്ക് മുഖ്യമന്ത്രിയായ കൊള്ളാമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. എനിക്കൊരു MLA ആവണം. സാധാരണ രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരും ലൈഫിൽ ഒരു ഉയർന്നു വരണം, ഈ രാഷ്ട്രീയ മേഖലയിൽ ഞാൻ ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ നിൽക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഇത്തരക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, നല്ല സേവനം, ആളുകളെ സേവിക്കണം, നല്ലത് നടത്തണം. അവന്റെ കുടുംബം രക്ഷപ്പെട്ട ആ വ്യക്തി മാത്രം നഷ്ടപ്പെട്ടാ പോരാ, അല്ല രക്ഷപ്പെട്ടാ പോരാ, അവന്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാ പോരാ, സമൂഹത്തിന്റെ നന്മ. ഈ സമൂഹത്തിന്റെ നന്മ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു സമൂഹത്തെ ഒരു കരിയർ പോലെയാണ്. അതെ, ഒരു സമൂഹത്തിന്റെ നന്മ, ഒരു രാഷ്ട്രത്തിന്റെ നന്മ ആ രാജ്യത്തെ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് അവന്റെ ഒരു പഞ്ചായത്തിനെ ആയാലും, ഒരു താലൂക്കിനെ ആയാലും, ഒരു ഡിസ്ട്രിക്റ്റിനെ ആയാലും, ഒരു സംസ്ഥാനത്തെ ആയാലും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതെന്ന് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു രാഷ്ട്രീയക്കാരന് കൊണ്ടെത്തിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വിലപ്പെട്ടെന്ന് പറയുള്ളൂ. അതിനൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് ഇല്യൂഷൻ കിട്ടും. കാരണം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ഗുണം ഉണ്ടാവുള്ളൂ. ഇതുവരെ ഞാൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ രാഷ്ട്രീയം ഇന്നതായിരുന്നു, എൻ്റെ ഈ രാഷ്ട്രീയത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് ഈ തെറിവിളിയും ചീത്തവിളിയും എന്നെ ഇംഗ്ലാവ് വിളിക്കുന്ന ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ നിന്നൊരു മാറ്റം, ഇനിയെങ്കിലും എനിക്കൊരു പേരെടുക്കണം, ഞാനൊരു പ്രശസ്തനാവണം, അത് നല്ല രീതിയിൽ നല്ല വ്യക്തി എന്ന ഒരു വ്യക്തി അയാൾക്ക് തോന്നി. ഇത്തരം കാര്യങ്ങൾ ചിന്തകളിലൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടാക്കിയതാണല്ലോ, ഒരു പലതും പല രീതിയിൽ ഉണ്ടാക്കി വെച്ചതാണല്ലോ, ഇനി അതിൽ നിന്നൊരു മാറ്റം വരുത്തി മറ്റുള്ള ജനങ്ങളെ സേവിച്ച് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകണം. അതുപോലെ അങ്ങനെയുള്ളൊരു ചിന്തയുടെ പുറത്ത് അവർക്ക് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരിശീലിക്കുകയും അതിന്റെ റൂട്ട് ക്ലിയർ ആക്കി കൊടുക്കും, ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ തീർച്ചയായിട്ടും പറ്റും. അത് ബിസിനസ്സുകാരായിരുന്നാലും ശരി, ഇനിയിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും. എത്രയോ നമ്മളുടെ രാമായണത്തിന്റെ ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടത്? വാൽമീകി എന്ന് പറഞ്ഞ ആരാണ്, അല്ലേ? അദ്ദേഹം പോലും അല്ലേ മൃഗങ്ങളെ കൊന്ന് വേട്ടയാടി ജീവിച്ചിരുന്ന വ്യക്തി ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ഒരു മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് എന്തിൽ നിന്നായിരുന്നു? അപ്പൊ എത്ര രാക്ഷസനായാലും എത്ര നീചനായാലും അവനും ഒരു ദിവസം മാറ്റപ്പെടാം. അത് മാറ്റപ്പെടാൻ അവന്റെ ചിന്തയാണ് അവനെ അതിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്, അവന്റെ ഒരു ആഗ്രഹം. ഞാൻ എപ്പോഴും പറയാം, ആഗ്രഹവും ഇഷ്ടമല്ല നമുക്ക് വേണ്ടത്, ആഗ്രഹവും ഇഷ്ടമൊക്കെ നമ്മളെ മറിയും. കാരണം നമ്മളൊരു വസ്ത്രം ധരിക്കാൻ, ഇന്ന വസ്ത്രം നമ്മൾക്ക് ധരിക്കണം, എനിക്ക് ചുവന്ന ഷർട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ അതൊരു ആഗ്രഹവും ഇഷ്ടമാണ് എങ്കിൽ ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ ആ വസ്ത്രം മാറി വേറൊരു വസ്ത്രം കാണുമ്പോൾ തിരഞ്ഞെടുക്കും. പക്ഷെ ലക്ഷ്യമാണെങ്കിൽ മാറി, അല്ലേ? ലക്ഷ്യമാണെങ്കിൽ അവൻ ആ ചുവന്ന വസ്ത്രം തന്നെ തിരഞ്ഞെടുക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കൊരു ലക്ഷ്യം വേണം. എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതെനിക്ക് ലക്ഷ്യം. ഇപ്പോൾ അമ്പെയ്ത്ത് മത്സരത്തിലൊക്കെ നമ്മൾ നോക്കിയറിയാം, ലക്ഷ്യം മുൻനിർത്തി പോയവനെല്ലാം അമ്പെയ്ത്തിൽ വിജയിച്ചു പോന്നിട്ടുണ്ട്. കാരണം അവൻ ആ പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും അങ്ങ് പറഞ്ഞ ഈ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ മാറിപ്പോകും. എന്താണെന്ന് വെച്ചാൽ അതൊരു വേണമെങ്കിൽ അതൊരു ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ചില വ്യക്തികൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ മറ്റ് ഈ സഭാകമ്പം, ആളുകളെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഒരു നമ്മൾ പറയുമല്ലോ, എനിക്കൊരു സഭാകമ്പമുണ്ട്, ഞാൻ എന്തോ ചെറിയ ആളാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ അർഹതയുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു ഡിസോർഡറാണ്, അങ്ങനെ ഒരുപാട്. അത്തരക്കാർക്കൊക്കെ ഈ സംഭവങ്ങളൊക്കെ എത്രത്തോളം നമുക്കിത് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ
നമ്മൾ തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇൻഡ്യൂഷൻ പവർ തേർഡ് ഐയിലൂടെ കിട്ടും. പിന്നെ ചക്ര ആക്ടിവേഷൻ വരുന്നുണ്ട്. ഈ ചക്ര ആക്ടിവേഷനിൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ചക്രകളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് വെറും 7 ചക്രാസനം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ആധാരങ്ങളെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആധാരങ്ങളാണ്. ഈ ആധാരങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓറ എക്സ്പാൻഡ് ആവും. ഈ ഓറ നമ്മുടെ ഓരോ ചക്രസിനും ആക്ടിവേറ്റ് ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഊർജ്ജ കേന്ദ്രങ്ങളിലാണ് പറയുക. ഈ ഊർജ്ജ കേന്ദ്രങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള പോസിറ്റിവിറ്റി കാണിച്ചു കൊണ്ടിരിക്കും. അതായത് ഒരു വിടർന്ന പുഷ്പം പോലെ, ഒരു വിടർന്ന അതായത് വിടർന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ ഇതിനെന്ത് ചെയ്യും, അതിനൊരു കൊഴിച്ചൽ വരും, കൊഴിച്ചൽ വരും അല്ലേ, ആ ഒരു ഉണർവ് പോകും. പക്ഷെ നമ്മളൊരു വിടർന്ന പുഷ്പമാണെങ്കിലോ നമ്മൾ ഉദയസൂര്യൻ എന്ന് പറയണ്ട, ഉദിച്ച സൂര്യനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ, ഭയങ്കര ഒരു എനർജി നമ്മൾ നോക്കുമ്പോൾ സമയത്ത് നമുക്ക് തന്നെ വിശ്വസിക്കാൻ, നമ്മൾ വെറുതെ കൈ കാണിച്ചാൽ പോലും നമുക്കൊരു ഇതുണ്ടാവും അല്ലേ. നമ്മളെ പരിഗണിക്കാൻ തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയാൻ പറ്റുക. നമ്മൾ ചെയ്യുന്ന നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക, നിന്നെ മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതാണ്. നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന പരബ്രഹ്മ ചൈതന്യ ക്രിയയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലും. അതുവരെ നമ്മൾ ചിന്തിക്കും, നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വ്യക്തിയിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. ഇതല്ല. നമ്മളെ തന്നെ അറിയാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് തിയറി വരുന്നുണ്ട്. ഞാനത് പലതും ഇവിടെ പറയുന്നില്ല. അതിന് സമയം മാത്രമല്ല, അത് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. അത് സീക്രട്ടായിട്ട് അവരിലേക്ക് കൊടുക്കേണ്ട ചില സംഗതികളാണ്. അതങ്ങനെ അത്തരക്കാരത് ആഗ്രഹിച്ച് പഠിക്കാൻ വരുന്നവർക്ക് മനസ്സിലാവും ഇതൊരു അത്ഭുതകരമായിട്ട് എന്തുകൊണ്ട് വൈകി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ഞാൻ ഇത് തന്നെ ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ മാസങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അതിന് നീണ്ടുപോയതിനൊരു കാരണമുണ്ട്. കാരണം ഇതിന് എൻ്റേതായിട്ടുള്ള ഒരു ചട്ടക്കൂട് അവിടെ ഉണ്ടാക്കണം. അപ്പോൾ അതെൻ്റെ വീട്ടിൽ അതേ നടക്കുകയുള്ളൂ. അപ്പോൾ എനിക്കൊരു വീട് ആവശ്യമാണ്, ഞാൻ വാടകയ്ക്കും അല്ലാതെയൊക്കെ ആയിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അവിടെ സ്വസ്ഥമായിട്ടൊരു ഇത് കൊടുക്കാൻ അവർക്ക് കഴിയണം. അപ്പം അതിനൊരു പൂർണ്ണത വേണം. അപ്പോൾ ആ പൂർണ്ണതയുടെ ഒരു അവസാന ഘട്ടം വന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ടൊന്ന് ആളുകളിലേക്ക് എത്തിക്കണം. പല ആളുകളിലേക്കും പറഞ്ഞ സമയത്ത് ഇപ്പോഴും ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് പറഞ്ഞു വെച്ചവരുണ്ട്. അവരൊക്കെ ഞാൻ സമയമാവട്ടെ പറയാം എന്ന് ഇന്നുകൂടെ വിളിച്ച് വരുന്നതിന് മുമ്പ്, ഇന്നലെ രാത്രി പോലും വിളിച്ച് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് എനിക്കത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് 2-3 ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. കാരണം റേക്കിയുടെ ക്ലാസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വരാറുണ്ട്. അത് സാധാരണ സ്പെഷ്യലാണ്. ഇതൊരു സ്പെഷ്യലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പറയില്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ. എനിക്ക് തോന്നുന്നു സമയം ഇപ്പോഴായിരിക്കും ആയത്. അതെ, അതിൻ്റെ സമയം, എന്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതെ വേറൊരാൾക്ക് എന്തെങ്കിലും വിട്ടു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവർ നമ്മൾ എന്തെങ്കിലും തെറി വിളിക്കും. എന്തായാലും അങ്ങയുടെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാനും പറ്റിയില്ല. അതെ, വീട് നമ്മളെ സങ്കല്പത്തിലൂടെ ഒരു വീട് കാണാതെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇത്തരത്തിലൂടെ ഞാൻ നേടിയെടുത്തു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ അതിന് ഉപയോഗപ്പെടുത്തിയ സമയത്ത് അതെല്ലാം തടസ്സമായിട്ട് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഈ പലർക്കും പല ക്ഷേത്രങ്ങളിലും ഇത് ഓൾറെഡി ഇതുണ്ട്. അതായത് ഈ എനർജി ഉപയോഗപ്പെടുത്തി പല ആളുകളും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഹിന്ദു മതത്തിലെ ആ ദൈവത്തെ എടുത്ത് ആരാധിച്ചിട്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളും മുസ്ലിംസ് ആയിട്ടുള്ള തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഉപയോഗപ്പെടുത്തി ചെയ്യുന്നവരുണ്ട്. കാലക്രമേണ ഇവർക്ക് പ്രോബ്ലംസ് വന്നു തുടങ്ങി. അതിൻ്റെ കാരണം എന്താണ്? ഇതിനെ കൂടെ വിളിച്ചിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉള്ള പ്രവർത്തനത്തിന് പോകുമ്പോഴാണ് ഇവർക്ക് ഈ പരാജയങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഇവിടെ ശക്തി ക്ഷയിക്കുന്നത്. എനിക്കറിയാവുന്ന തന്നെ പല ക്ഷേത്രങ്ങളുണ്ട്. 100, 150, 200, 300 ആളുകൾ ഡെയിലി പോയി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ 2-3 ആളിൽ ഒതുങ്ങി ആ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പൂജകൾ മാസത്തിലൊരിക്കലൊക്കെ ആക്കി ഇപ്പോൾ അത് കുറച്ച് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിട്ടിയ ദേവീ ദേവതകളെയോ നിങ്ങൾക്ക് ആരാണോ നിങ്ങൾക്ക് ഈ ഗാർഡിയനായിട്ട്, നിങ്ങൾക്ക് സ്പിരിച്വൽ ഏഞ്ചൽസിനെ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗാർഡിയനെ, ഈ സോളിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രം. പല ആളുകളും
ഈ ചാത്തൻ മഠങ്ങളിൽ പോയിട്ട് ചാത്തൻ സേവയുടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നടത്തി അവരൊക്കെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. സത്യത്തിൽ അതൊരു ഭയപ്പെടുത്തലാണത്. അതൊരു ഭയം അതിനകത്ത് ജനിക്കുന്നുണ്ട്. എന്നെ സഹായിക്കുന്ന ഒരു വ്യക്തി എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ അമ്മയാണ്, എൻ്റെ കൊച്ചച്ഛനാണ്, എൻ്റെ അമ്മാവനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അവരാണ് ഇത്രയും പേരുണ്ടെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് നല്ലവനായിട്ടൊരു വ്യക്തി ഇദ്ദേഹമാണ് എന്ന് നമ്മൾക്കൊരു ബോധം വരിക. അതിനെ മാത്രം യൂസ് ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ ആവശ്യത്തിന്. എപ്പോഴും അല്ല ഞാൻ പറയുന്നത്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ലാതെ ഇത് എന്തോ ഉപാസിച്ച് ഞാൻ എന്ത് ഒരു പലരും പറയാറുണ്ട് ഒരു താന്ത്രികമായിട്ടുള്ളൊരു വിദ്യ ഇത് അഭ്യസിച്ചു, അത് നഷ്ടപ്പെടുത്തി ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്യാതിരുന്നാൽ അത് പ്രശ്നമാവുമോ, അങ്ങനെയൊക്കെ സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമേ ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ വിളിക്കുക. ആ വിളിക്കുന്ന ആവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആവശ്യം നല്ലൊരു ആവശ്യമായിട്ട് വരണം. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ മതി. വിളിച്ചില്ല, ഇനിയിപ്പോൾ അതിനെ സ്മരിച്ചില്ല എങ്കിലും ഒരു പ്രശ്നമില്ല. അത് അതിൽ തന്നെ പറയും. ചിലപ്പോൾ പറയും, എനിക്ക് വേണ്ടി നീ എനിക്ക് പ്രാർത്ഥന നടത്തൂ എന്ന് പറയുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, ആത്മാവുണ്ടാവും. ചിലപ്പോൾ നീ എന്നെ ഇടയ്ക്ക് ഒന്ന് വിളിച്ചാൽ മതി. ചിലർ നീ എന്നെ വിളിക്കൊന്നും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ, എൻ്റെ കൂടെ ഉള്ളത് അതാണ് ഉള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ കൂടെ ഞാൻ വിളിക്കണ്ട, ഞാൻ പറഞ്ഞാൽ മതി, അപ്പം തന്നെ വരും. അതിനൊരു രൂപമുണ്ട്, എനിക്ക് കിട്ടിയതിനൊരു രൂപമുണ്ട്. ഇത് നമ്മൾ തന്നെ കൊടുക്കുന്ന രൂപമാണോ, നമ്മളെ മനസ്സിൽ സങ്കല്പിക്കുന്ന രൂപമാണോ? എനിക്ക് ഒരു അതിശയകരമായ ഒരു സംഭവം അവിടെ വിശദീകരിക്കേണ്ട വരും. ഈ വീഡിയോ കാണുന്ന എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളോട്, എൻ്റെ 150ഓളം ഫാമിലീസിൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ എൻ്റെ അച്ഛൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെറിയൊരു ഞങ്ങളെ കുടുംബപര ദേവതകളുടെ ഒരു ഇതൊക്കെ നടത്തി, അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിപാടി 2-3 വർഷം മുമ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനതിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് പ്രശ്നത്തിലൊക്കെ ആയി ഞങ്ങളൊക്കെ വിട്ടു പോരേണ്ട വന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളൊരു വ്യക്തി, അദ്ദേഹം ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റായിട്ടുള്ള വ്യക്തി ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവും. അത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹം അന്ന് ആ ചെയ്ത സംഗതി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഞാൻ ആരോടും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഇത് എന്നിലേക്ക് വരാൻ, ഈ പറയുന്ന ഈ ജന്മത്തിൽ വരാനായിട്ട് ഒരു വിധി ഉണ്ടാവും, യോഗമുണ്ട്. അത് നിയോഗമാണ്. ആ നിയോഗം അപ്പോൾ എന്നോട് തന്നെ പറയും. ഇപ്പോൾ ഈ പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഓരോ നിയോഗമുണ്ട്. ഓരോ കാലഘട്ടത്തിലും നിങ്ങൾ ഇന്ന ജനങ്ങളെ സേവിക്കണം. അപ്പം അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവർ ഏറെക്കാലം ജീവിച്ചിരിക്കും. ചില ആളുകൾ മിഡിൽ ടൈമിൽ പെട്ടെന്ന് മരിച്ചു പോകും. ഒരു 36 വയസ്സ് 40 വയസ്സിന് യേശുദേവനെ എടുത്തു നോക്കിയാൽ നിശ്ചിത കാലഘട്ടം വരെ നമ്മൾ പറയുന്നുള്ളൂ, അല്ലേ? ഒരു മിഡിൽ ഏജ്, അതിനപ്പുറത്തേക്ക് പറയുന്നില്ല. ബുദ്ധദേവനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, അപ്പം ശ്രീ ശങ്കരാചാര്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സമാധിയായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെ നോക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു നിശ്ചിത ഏജ് 10-70 വയസ്സിന് അല്ല 65 വയസ്സിന് മുകളിലേക്ക് പോയിട്ട് ആണ് കൂടുതലും സമാധിയായിരിക്കുന്നത്. അതേപോലെ നല്ല നല്ല സന്യാസി ശ്രേഷ്ഠന്മാർ, സാത്വികരായിട്ടിരുന്ന ആളുകൾ, അവരൊക്കെ ഒരുപാട് പ്രായം ചെന്നിട്ടാണ് അവർ മരണപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ അവർ നിയോഗിക്കപ്പെട്ടവരാണ്. പല ആളുകൾക്കും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരൊരു മാറ്റത്തിന് വിധേയമാക്കാൻ വേണ്ടി അവർ ആ പ്രപഞ്ചം തന്നെ അവരെ സൃഷ്ടിക്കപ്പെട്ടവരായിട്ടാണ്. അതുപോലെ പല സൃഷ്ടികളും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ വ്യക്തികളിലും ഉണ്ട്. അപ്പം അങ്ങ് ഇതിപ്പോൾ ചെയ്യുന്നു, ഇപ്പോൾ കിരൺജി ഇത് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതിൻ്റെ ആളുകളെ കണ്ടെത്താനും അങ്ങയിലേക്ക് എത്തിപ്പെടാനും എത്തിച്ചേരാനും അതൊരു നിയോഗമാണ്. മനസ്സിലാവുന്നുള്ളത് എല്ലാവർക്കും അത് കഴിയുന്നതല്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സീരിയലോ അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് പോകേണ്ട ആൾക്കാരല്ലേ. എന്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മളിലേക്ക് വരുന്നു, അല്ലേ? ഞാൻ എൻ്റെ അന്വേഷണത്തിൽ പല ചാനലുകളിലും അതിലും ഇതിലൊക്കെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതിൽ നിന്ന് ഒതുങ്ങിക്കൂടി നമ്മൾക്കൊരു മാറ്റം വേറെ തലത്തിലേക്ക്. അതിൻ്റെ കാരണം നിങ്ങളിലൂടെ കുറേ ആളുകൾ അറിയപ്പെടണം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കപ്പെടണം എന്നുള്ള ഒരു ദൈവവിധിയാണ്.